വലിയ തെറ്റുകളാണെങ്കിലും ശരി, അത് എത്ര തവണ ആവർത്തിച്ചിട്ടുണ്ടെങ്കിലും ശരി, അതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു നൽകുക തന്നെ ചെയ്യും. പക്ഷേ ഇനി പറയാൻ പോകുന്ന 4 കാര്യങ്ങൾ ആ വ്യക്തിയിൽ ഉണ്ടായിരിക്കണം. എന്തൊക്കെയാണത്? ആദ്യം തന്നെ പറയുന്നത് ലിമൻ താബ, തൗബ ചെയ്യുന്ന ആളുകൾക്ക്, പശ്ചാത്തപിക്കുന്ന ആളുകൾക്ക്. എന്താണ് ഇവിടെ തൗബ കൊണ്ട് അർത്ഥമാക്കുന്നത്? സഹോദരങ്ങളെ, തൗബ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി താൻ ചെയ്ത തെറ്റിനെ സംബന്ധിച്ച് അയാൾക്ക് തിരിച്ചറിവുണ്ടാവുകയും ഞാൻ ചെയ്തത് ഒരു തെറ്റ് തന്നെയാണ് എന്ന് കൃത്യമായ ബോധ്യമുണ്ടാവുകയും അതിൽ അതീവമായി ദുഃഖിക്കുകയും ഞാൻ ഒരിക്കലും ഇത് ചെയ്യാൻ പാടില്ലായിരുന്നു എന്നയാൾ മനസ്സിലാക്കുകയും അതുകൊണ്ട് തന്നെ ഇനി ഞാൻ ഈ തെറ്റ് ആവർത്തിക്കുകയില്ല എന്ന് പ്രഖ്യാപിക്കുകയും അങ്ങനെ പിന്നീട് സൽക്കർമ്മങ്ങളിൽ നിരതമാവുകയും ചെയ്യുന്ന ഒരവസ്ഥക്കാണ് യഥാർത്ഥത്തിൽ തൗബ എന്ന് പറയുന്നത്. നമുക്കറിയാമല്ലോ, മഹാനായ ആദം അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹു സുബ്ഹാനഹു വ തആല കഴിക്കരുത് എന്ന് പറഞ്ഞ ഒരു വൃക്ഷത്തിൽ നിന്ന് അദ്ദേഹവും തൻ്റെ ഇണയും കഴിക്കുകയുണ്ടായി. അപ്പോൾ അവർക്ക് പാപമോചനം തേടാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ചില വാക്കുകൾ പറഞ്ഞു കൊടുത്തു. അതാണ് സൂറത്തുൽ ബഖറയിൽ കാണാം, ഫതലഖാ ആദമു മിർ റബ്ബിഹി കലിമാത്തിൻ ഫതാബ അലൈഹി. അല്ലാഹു ചില കലിമാത്തുകൾ പഠിപ്പിച്ചു കൊടുത്തു. ആ കലിമാത്തുകൾ ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം തൗബ ചെയ്തു. അപ്പോൾ തൗബ എന്ന് പറയുന്നത് ഈ കലിമാത്തിൽ ഉൾക്കൊള്ളുന്ന ആശയം, അതാണ് യഥാർത്ഥത്തിൽ തൗബ. എന്തായിരുന്നു ആ കലിമാത്തിലുണ്ടായിരുന്നത്? അത് സൂറത്തുൽ അറാഫിൽ കാണാം, റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. അവിടെ പറയുന്നത്, ഞങ്ങളുടെ രക്ഷിതാവേ, ളലംനാ അൻഫുസനാ, ഞങ്ങൾ ഞങ്ങളോട് തന്നെ ളുൽമ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഒരു തിരിച്ചറിവാണ് അവിടെ. ആ പാപത്തെ സംബന്ധിച്ചുള്ള തിരിച്ചറിവ്, അതൊരു വലിയ ളുൽമായിരുന്നു എന്ന തിരിച്ചറിവ്, അതിൽ വ്യക്തമായ ഖേദം, അതാണ് അവിടെ പ്രഖ്യാപിക്കുന്നത്. വലംന അൻഫുസന, ഞങ്ങൾ ചെയ്തത് തെറ്റാണ്, ഞങ്ങളോട് തന്നെ ചെയ്ത തെറ്റാണ് എന്ന തിരിച്ചറിവും ഖേദവും. പിന്നെ പറയുന്നത് വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. നീ ഞങ്ങളുടെ പാപങ്ങൾ പുറത്തു തരുന്നില്ലെങ്കിൽ, ഞങ്ങളോട് നീ കരുണ കാണിക്കുന്നില്ലെങ്കിൽ ഞങ്ങൾ നഷ്ടക്കാരിൽ പെട്ടുപോകും. അഥവാ എൻ്റെ ഈ പാപം, എന്നിൽ നിന്ന് സംഭവിച്ചു പോയ ഈ തെറ്റ് എന്നെ വലിയ നഷ്ടക്കാരനാക്കി തീർക്കുന്നതാണ് എന്ന തിരിച്ചറിവ്. ഈ പാപങ്ങാനും അള്ളാഹു എനിക്ക് പുറത്തു തരുന്നില്ലെങ്കിൽ, അള്ളാഹു എന്നോട് കരുണ കാണിക്കുന്നില്ലെങ്കിൽ എൻ്റെ ഈ പാപം എന്നെ നശിപ്പിച്ചത് തന്നെ, ഈ ലോകത്തും പരലോകത്തും എന്നെ പരാജിതനാക്കിയത് തന്നെ എന്ന തിരിച്ചറിവ്. ആ തിരിച്ചറിവിലൂടെ ആ തിന്മയിൽ നിന്ന് മുക്തമാവുകയും പിന്നീട് നിലപാടുകൾ നന്നാക്കി തീർക്കുകയും ചെയ്യുന്ന അവസ്ഥക്കാണ് തൗബ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഉലമാക്കൾ തൗബയുടെ ഷർത്തായി പറഞ്ഞിട്ടുള്ളത്, ചെയ്തു പോയ തെറ്റിൽ ഖേദമുണ്ടാകണം. കാരണം അത് തെറ്റാണെന്ന് തിരിച്ചറിയുമ്പോഴേ ഖേദമുണ്ടാകൂ. തെറ്റല്ല എന്ന് തോന്നുന്ന ഒരാൾക്ക് ഖേദമുണ്ടാവില്ല. അപ്പോൾ ചെയ്തത് തെറ്റാണെന്ന് തിരിച്ചറിയുകയും അതിൽ ഖേദമുണ്ടാവുകയും സങ്കടപ്പെടുകയും അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുകയും ഇല്ല എങ്കിൽ എനിക്ക് നഷ്ടം സംഭവിക്കുമെന്ന് അയാൾ ഭയപ്പെടുകയും പിന്നീട് ഒരിക്കലും ആ തിന്മ ഞാൻ ആവർത്തിക്കുകയില്ല എന്ന് മനസ്സുകൊണ്ട് തീർച്ചപ്പെടുത്തുകയും ചെയ്യുന്ന അവസ്ഥക്കാണ് തൗബ എന്ന് പറയുന്നത്. ആ നിലക്ക് തൗബ ചെയ്യുന്ന, ആത്മാർത്ഥമായി ഖേദിച്ചു മടങ്ങി ആ തൗബയിൽ, ആ ഖേദിച്ചു മടങ്ങുന്നതിൽ സത്യസന്ധത പാലിക്കുന്ന ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുന്നതാകുന്നു. അത്തരം ആളുകളോട് അല്ലാഹു ഗഫ്ഫാറാണ്. അവർ എത്ര വലിയ തെറ്റുകൾ എത്ര തവണ ആവർത്തിച്ചാലും അവരുടെ തൗബ സത്യസന്ധമാണെങ്കിൽ, പിന്നീട് ഞാൻ ഇനിയും അവസരം കിട്ടിയാൽ ആവർത്തിക്കുമെന്നുള്ള ഒരു തന്ത്രമല്ല അയാളുടെ മനസ്സിലുള്ളതെങ്കിൽ, ആത്മാർത്ഥമായ ഖേദമാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വ്യക്തിക്ക് പുറത്തു കൊടുക്കുന്നതാണ്. അപ്പോൾ ഒന്നാമത്തെ കാര്യം ഇതാണ്, വ ഇന്നി ലഗഫാറുൻ ലിമൻ താബ, തൗബ ചെയ്യണം സത്യസന്ധമായി. വീണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വ ആമന, പിന്നീട് ഈമാൻ സ്വീകരിക്കുകയും ചെയ്താൽ, വിശ്വസിക്കുകയും ചെയ്താൽ. എന്താണ് ഇവിടെ ഈമാനിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത്? 2 ഭാഗങ്ങളാണ് അതിനുള്ളത്. അതിൽ ഒന്ന് തൗഹീദിനെ തഹ്ഖീഖ് ചെയ്യുക, യാഥാർത്ഥ്യവൽക്കരിക്കുക എന്നുള്ളതാണ്. കാരണം ഇസ്ലാമിൽ ഈമാൻ എന്ന് പറഞ്ഞാൽ തൗഹീദാണ്. ഇസ്ലാമിൽ ഈമാൻ എന്ന് പറഞ്ഞാൽ തൗഹീദാണ്. അതുകൊണ്ട് തന്നെ വ ആമന എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് തൗഹീദിനെ അയാൾ സ്ഥിരപ്പെടുത്തുകയും സത്യപ്പെടുത്തുകയും ചെയ്താൽ. കാരണം ധാരാളം ആളുകളുണ്ട്, അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വ്യഭിചാരം അത് ഹറാമാണ് എന്നറിയാം, അതേപോലെ തന്നെ കള്ളുകുടിക്കൽ ഹറാമാണ് എന്നറിയാം, കൊലപാതകം ഹറാമാണ് എന്നറിയാം. ഈ തിന്മകളെല്ലാം ചെയ്യുന്നുണ്ടെങ്കിലും അവർ അതിൽ നിന്നൊക്കെ പശ്ചാത്തപിച്ച് മടങ്ങുന്നുണ്ട്. എന്നാൽ ഒരു വലിയ ഭൂരിപക്ഷം അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നവരുമാകുന്നു. അള്ളാഹു അല്ലാത്തവരോട് വിളിച്ചു പ്രാർത്ഥിക്കുക,
അള്ളാഹു അല്ലാത്തവരോട് ഇസ്തിഗാസ നടത്തുക, മൊയ്തീൻ ഷെയ്ഖെ, ബദരീങ്ങളെ, മമ്പറത്തങ്ങളെ തുടങ്ങി ഏതെല്ലാം വലിയകളുണ്ടോ, അമ്പിയാക്കളുണ്ടോ അവരോടൊക്കെ വിളിച്ചു പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അതൊരു തിന്മയായി അവർ കരുതുന്നില്ല, അവർ കാണുന്നില്ല. എന്നാൽ അവർ കള്ളുകുടി തെറ്റാണെന്ന് അവർ മനസ്സിലാക്കുന്നു. കള്ളുകുടിച്ചാൽ അവർ തൗബ ചെയ്യുന്നു, വ്യഭിചരിച്ചാൽ അവർ തൗബ ചെയ്യുന്നു. പക്ഷേ അള്ളാഹു അല്ലാത്തവരോട് വിളിച്ചു പ്രാർത്ഥിക്കുക, മഹാന്മാർക്ക് ദിവ്യത്വം കൽപ്പിക്കുക, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പല സിഫാത്തുകളും മഹാന്മാർക്ക് വകവെച്ചു കൊടുക്കുക, ഇതെല്ലാം അവർ ചെയ്യുകയും ചെയ്യുന്നു. അത്തരം ആളുകളുടെ തൗബ കൊണ്ട് പ്രത്യേകിച്ച് നേട്ടമില്ല. കാരണം തൗബ എന്നതൊരു ഇബാദത്താണ്. ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ. നീ അള്ളാഹുവിൽ പങ്കുചേർത്താൽ നിന്റെ അമലുകളെല്ലാം പൊളിഞ്ഞു പോകും, നീ നഷ്ടക്കാരിൽ പെട്ടുപോകും. അപ്പോൾ ഒരാൾ എല്ലാ തിന്മകളിൽ നിന്നും ആത്മാർത്ഥമായി തൗബ ചെയ്ത് മടങ്ങിയാലും ആ വ്യക്തിയിൽ ശിർക്കുണ്ടെങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ തൗബ കൊണ്ടോ മറ്റു അമലുകൾ കൊണ്ടോ ആ വ്യക്തിക്ക് യാതൊരു നട്ടവുമില്ല. അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിദുൽമിൻ ഉലൈക ലഹുമുൽ അംനു വഹും മുഹ്തദൂൻ. വിശ്വസിക്കുകയും ആ തൗഹീദിൽ ഒരു നിലക്കും ളുൽമ് അഥവാ ശിർക്ക് കലർത്താതിരിക്കുകയും ചെയ്താൽ അവർക്ക് നിർഭയത്വമുണ്ട് എന്നാണ്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പ്രത്യേകം പറയുന്നത്. തൗബ ചെയ്യുന്നതോടൊപ്പം അവർ തൗഹീദിനെ സത്യപ്പെടുത്തുകയും അതിനെ സ്ഥിരപ്പെടുത്തുകയും ശിർക്ക് എൻ്റെ ജീവിതത്തിൽ വിശ്വാസത്തിൽ ഇല്ല എന്ന് അവർ ഉറപ്പുവരുത്തുകയും ചെയ്യണം എന്ന കാര്യം ഇവിടെ പ്രത്യേകം പറഞ്ഞത്. അതാണ് വ ആമന. അവർ ശരിയായ രൂപത്തിൽ, ശിർക്ക് കലരാത്ത രൂപത്തിൽ തൗഹീദിൽ വിശ്വസിക്കട്ടെ. രണ്ടാമത്തത്, അവർ ഈമാനിൽ വർധനവുണ്ടാക്കട്ടെ എന്നാണ്. കാരണം ഈമാൻ ദുർബലമാകുമ്പോഴാണ് ആളുകൾ തെറ്റുകൾ ചെയ്യുന്നത്. ഈമാൻ ദുർബലമായി തീരുമ്പോൾ ആളുകൾ തെറ്റുകൾ ചെയ്യുന്നു. അതുകൊണ്ടാണല്ലോ സ്വഹീഹായ ഒരു ഹദീസിൽ നമുക്ക് കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ലാ യസ്നി അസ്സാനി ഹീന യസ്നി വഹുവ മുഅ്മിൻ. വിശ്വാസിയായിക്കൊണ്ട് ഒരാൾക്ക് വ്യഭിചരിക്കാൻ കഴിയില്ല, വിശ്വാസിയായിക്കൊണ്ട് ഒരാൾക്ക് മദ്യപിക്കാൻ കഴിയില്ല, വിശ്വാസിയായിക്കൊണ്ട് ഒരാൾക്ക് മോഷ്ടിക്കാൻ കഴിയില്ല എന്നൊക്കെ സ്വഹീഹായ ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. കാരണം ശരിയായ ഈമാൻ ഹൃദയത്തിൽ ഉറച്ചു നിൽക്കുന്ന സന്ദർഭത്തിൽ തിന്മകളിലേക്ക് പ്രേരണ ഉണ്ടാവുകയില്ല. ഉണ്ടായാൽ തന്നെ അതിനെ ബ്ലോക്ക് ചെയ്യാനുള്ള കരുത്ത് ആ വ്യക്തിക്കുണ്ടാകും. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഒരാൾ വ്യഭിചരിക്കുമ്പോൾ അയാളുടെ ഈമാൻ തലക്ക് മുകളിലേക്ക് ഉയർന്നു പോകുന്നു. അയാൾ അതിൽ നിന്ന് പിന്മാറുമ്പോഴാണ് അത് വീണ്ടും തിരിച്ചു വരുന്നത്. കാരണം ഈമാൻ ഹൃദയത്തിൽ അടിയുറച്ചു നിൽക്കുന്ന സന്ദർഭത്തിൽ വൻ പാപങ്ങൾ ചെയ്യുക സാധ്യമല്ല. അപ്പോൾ ഈമാനിനെ ദുർബലപ്പെടുത്തുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അതിൽ നിന്നെല്ലാം വിട്ടുനിന്ന് ഈമാനിനെ ശക്തിപ്പെടുത്താവുന്ന കാര്യങ്ങളിൽ ഏർപ്പെടുകയും അതിനാവശ്യമായ രൂപത്തിൽ ഉള്ള ഇബാദാത്തുകളിലും അറിവുകളിലും ഒരാൾ മുഴുകുകയും ചെയ്യണമെന്നാണ് ഇവിടെ പറഞ്ഞതിൻ്റെ മറ്റൊരു താല്പര്യം. അപ്പോൾ ശിർക്കിൽ നിന്ന് മുക്തമാവലും ഈമാനിനെ ശക്തിപ്പെടുത്തുന്നതായ എല്ലാ കാര്യങ്ങളിലും ഏർപ്പെട്ടുകൊണ്ട് തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കുവാൻ വേണ്ടിയുള്ള ഒരു പരിശ്രമം, ഒരു ത്യാഗം ആരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുവോ അവരെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല ഗഫ്ഫാറാണ്. അവരുടെ സകല പാപങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കും. ഈ ഒരു ആത്മാർത്ഥമായ പരിശ്രമം അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായെങ്കിൽ. ഇതാണ് രണ്ടാമത്തത്. മൂന്നാമത്തത് വഅമില സ്വാലിഹൻ. അവർ പിന്നീട് സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും അതിൽ വർധനവുണ്ടാക്കുകയും വേണം. ഒരാൾ ആത്മാർത്ഥമായി തൗബ ചെയ്തു എന്നതിൻ്റെ അടയാളമാണ് ആ തിന്മയ്ക്ക് ശേഷം പിന്നീട് അയാൾ ആ തിന്മയെ ഉപേക്ഷിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നു എന്നുള്ളത്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഫുർഖാനിലും പറഞ്ഞിട്ടുള്ളത്, ഫഉലൈക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്ത്. അവരുടെ സയ്യിആത്തുകളെ അല്ലാഹു ഹസനാത്താക്കി, അഥവാ അവരുടെ തിന്മകളെ അല്ലാഹു നന്മയാക്കി മാറ്റും. അതിൻ്റെ പ്രധാനപ്പെട്ട തഫ്സീറുകളിൽ ഒന്ന്, ആത്മാർത്ഥമായി തിന്മകളിൽ നിന്ന് തൗബ ചെയ്യുന്ന ഒരു വ്യക്തി പിന്നീട് ആ വ്യക്തിക്ക് തൻ്റെ ആയുസ്സിൽ ലഭിക്കുന്ന അവസരങ്ങളെ ആ വ്യക്തി സൽക്കർമ്മങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗപ്പെടുത്തും. കാരണം അയാൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്, ഞാൻ പാപിയായിരുന്നു. എൻ്റെ ദിനരാത്രങ്ങൾ, എൻ്റെ രാവും പകലും, എൻ്റെ രാവിലകളും വൈകുന്നേരങ്ങളും, എൻ്റെ മറ്റു സന്ദർഭങ്ങളും ഞാൻ തിന്മകൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തി. ഇന്ന് ഞാൻ ആ വിഷയത്തിൽ ആത്മാർത്ഥമായി ഖേദിക്കുന്നു. അതുകൊണ്ട് ഇനി എനിക്ക് ലഭിച്ചിട്ടുള്ള അവശേഷിക്കുന്ന സന്ദർഭങ്ങളെ, സമയങ്ങളെ ഞാൻ ധാരാളമായി സൽക്കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടി ഉപയോഗപ്പെടുത്തുന്നു. അപ്പോൾ തിന്മകൾക്ക് പകരം ആ തെറ്റിലേക്ക് പിന്നീട് തിരിച്ചു പോകാതെ നന്മകൾ വർദ്ധിപ്പിക്കുക, സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കുക, അത് ഒരാളുടെ ആത്മാർത്ഥമായ തൗബയുടെ അടയാളമാണ്. എന്നാൽ ചില ആളുകളുണ്ട്, അവരുടെ തൗബ, അവരുടെ ഇസ്തിഗ്ഫാർ എന്ന് പറഞ്ഞാൽ ഒരു തെറ്റ് സംഭവിച്ചാൽ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയുന്നു, വ അതൂബു ഇലൈ, അള്ളാഹുവിലേക്ക് തൗബ ചെയ്യുന്നു എന്നവർ നാവ് കൊണ്ട് പറയുന്നു. എന്നാൽ അവരുടെ ജീവിതത്തിൽ പ്രത്യേകിച്ച് അതിന് ശേഷവും മാറ്റമൊന്നും ഉണ്ടാവുന്നില്ല. അത് സത്യസന്ധമായ തൗബയുടെ അടയാളമേ അല്ല. മറിച്ച് പിന്നീട് അയാളിൽ സൽക്കർമ്മങ്ങളാണ് പ്രകടമാകേണ്ടത്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട്, വ അത്ബിഇ സയ്യിഅത്തൽ ഹസന
തംഹുഹ, ഒരു തിന്മയെ നീ നന്മ കൊണ്ട് പിന്തുടരുക. വഅത്ബഇ സയ്യിഅത്തൽ ഹസനത തംഹുഹ, അപ്പോൾ ആ തിന്മയെ ആ നന്മ മായ്ച്ചു കളയുന്നതാണ്. ഇന്നൽ ഹസനാതി യുദ്ഹിബിന സയ്യിആത്ത് എന്ന് പരിശുദ്ധ ഖുർആനിലും കാണാം. സൽക്കർമ്മങ്ങൾ മോശമായ പ്രവർത്തനങ്ങളെ നീക്കം ചെയ്ത് കളയുന്നു, മായ്ച്ചു കളയുന്നു. അപ്പോൾ തിന്മകൾക്ക് ശേഷം പിന്നീട് നന്മകളിലുള്ള വർധനവ് എന്നുള്ളത് ഒരാളുടെ ആത്മാർത്ഥമായ തൗബയുടെ അടയാളമാണ്. അതിലൂടെ തന്നെ ധാരാളം പാപങ്ങൾ അയാൾക്ക് മായ്ക്കപ്പെടുകയും ചെയ്യുന്നതാകുന്നു. ഇങ്ങനെ നിലപാടിൽ മാറ്റമുണ്ടാവണം എന്നർത്ഥം. നേരത്തെ ചെയ്ത തിന്മകൾ ആവർത്തിക്കാതെ നിലപാടിൽ മാറ്റമുണ്ടാകണം. അതാണ് വലം യുസിറു അലാ മാ ഫഅലു വഹും യഅലമുൻ. അറിഞ്ഞുകൊണ്ട് അവർ ചെയ്ത തെറ്റിൽ അവർ ഉറച്ചു നിൽക്കുകയില്ല എന്ന് സൂറത്ത് ആല ഇമ്രാനിൽ യഥാർത്ഥ തൗബയുടെ ആളുകളെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അപ്പോൾ തിന്മകളിൽ ഉറച്ചു നിൽക്കാതെ നന്മകൾ വർദ്ധിപ്പിക്കുക. അതാണ് മൂന്നാമത് പറയുന്നത് വഅമില സ്വാലിഹൻ. നാലാമത് പറയുന്നത് സുമ്മഹ്തദ, പിന്നീട് നേരെ ചൊവ്വേ സന്മാർഗത്തിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുക. ഇവിടെ ഇഹ്തദ എന്ന വാക്കിന് മുഫസ്സിരീങ്ങളും ഫുഖഹാക്കളും നൽകിയിട്ടുള്ള അർത്ഥം ഇസ്തിഖാമത്ത് എന്നാണ്. അഥവാ ആ ഒരു നിലപാടിൽ മരണം വരെ ഉറച്ചു നിൽക്കുക. ഏതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റൊരു അധ്യായത്തിൽ പറഞ്ഞതുപോലെ ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹു സുമ്മസ്തഖാമു, ഞങ്ങളുടെ രക്ഷിതാവ് അല്ലാഹുവാണെന്ന് പറയുകയും പിന്നീട് ഇസ്തിഖാമത്തോടുകൂടി തസ്ബീത്തോടുകൂടി പാദങ്ങൾ വ്യതിചലിച്ചു പോകാതെ, മനസ്സ് വ്യതിചലിച്ചു പോകാതെ ആ നന്മയിൽ മരണം വരെ ഉറച്ചു നിൽക്കുക, തൗഹീദിലും സൽക്കർമ്മങ്ങളിലും ഉറച്ചു നിൽക്കുക. അതിനാണ് ഇസ്തിഖാമത്ത് എന്ന് പറയുന്നത്. എനിക്കൊരു വലിയ ഉപദേശം നൽകണമെന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരു സഹാബി വന്നു. മറ്റൊരാളോടും പിന്നീട് എനിക്ക് ചോദിക്കേണ്ട ആവശ്യമില്ലാത്ത വിധം പെർഫെക്റ്റായ മറുപടിയായിരിക്കണമെന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വ്യക്തിയോട് പറഞ്ഞത് ഖുൽ ആമൻതു ബില്ലാഹി സുമ്മ ഇസ്തഖിം, ഞാൻ അല്ലാഹുവിൽ വിശ്വസിച്ചു എന്ന് നീ പറയുക, പിന്നീട് നേരെ ചൊവ്വെ നിലകൊള്ളുക. പരിശുദ്ധ ഖുർആനിൽ കാണാം വഅബ്ദു റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ, നീ നിന്റെ രക്ഷിതാവിന് ഇബാദത്ത് ചെയ്തുകൊണ്ടേയിരിക്കുക. ഏതുവരെ? അൽ യഖീൻ, അഥവാ ഉറപ്പായ മരണം നിനക്ക് വരുന്നത് വരെ, അഥവാ മരിക്കുന്നത് വരെ ഈ ഒരു സൽക്കർമ്മത്തിൽ ഉറച്ചു നിൽക്കുക, ഈ ഒരു തൗബയിൽ ഉറച്ചു നിൽക്കുക. ഈ ഒരു തസ്ബീത്താണ്, ഈ ഒരു ഇസ്തിഖാമത്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. കാരണം അതല്ലാത്ത ആശയങ്ങളൊക്കെ അതിൻ്റെ നേരത്തെ മുമ്പേ തന്നെ പറഞ്ഞുപോയി. ഇല്ലാമൻ താബ, തൗബ ചെയ്യുക. അതേപോലെ തന്നെ വ ആമന, വിശ്വാസം ശരിയാക്കുക. വ അമില സ്വാലിഹൻ, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുക. അപ്പോൾ ഇതെല്ലാം അവിടെ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അതിനുശേഷം പറഞ്ഞ ഇഹ്തദ എന്നതിന് കൂടുതൽ സിയാദത്തായ അർത്ഥമാണുള്ളത്. നാം ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്ന് പ്രാർത്ഥിക്കുമ്പോൾ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തഫ്സീർ എന്താണ്? ഹിദായത്തിലായവനും നമസ്കരിക്കുന്നവനുമാണല്ലോ അത് പ്രാർത്ഥിക്കുന്നത്. എങ്കിൽ പിന്നെ അവർ പിന്നെ വീണ്ടും എന്തിനാണ് ഇഹ്ദിന, ഞങ്ങളെ നിർമാർഗത്തിലാക്കണമേ എന്ന് പറയുന്നത്? അവിടെ തഫ്സീറിൽ കാണാം അതിൻ്റെ അർത്ഥം സബ്ബിത്ന എന്നാണ്, വസിദ്ന എന്നാണ്. ഞങ്ങളെ ഉറപ്പിച്ച് നിർത്തുകയും ഹിദായത്ത് വർദ്ധിപ്പിച്ച് നൽകുകയും ചെയ്യണമേ. നിലവിലുള്ള ഹിദായത്തിൽ കൂടുതൽ കൂടുതൽ ഇൽമും ഹിദായത്തും വർദ്ധിപ്പിക്കണമേ, അതിൽ ഉറപ്പിച്ച് നിർത്തുകയും ചെയ്യണമേ. അതാണ് ഇവിടെയും ഉദ്ദേശം. സുമ്മ ഇഹ്തദ എന്ന് പറഞ്ഞാൽ ഹിദായത്തിലുള്ള വർധനവ്. നേരത്തെ തെറ്റുകൾ ചെയ്തു, എന്നാൽ പിന്നീട് സൽക്കർമ്മങ്ങളിലുള്ള വർധനവ്, അറിവിലുള്ള വർധനവ്, അത് നീ ഞങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരണമേ. അപ്രകാരം അറിവിൽ വർധനവ് നേടിക്കൊണ്ട്, സൽക്കർമ്മത്തിൽ വർധനവ് നേടിക്കൊണ്ട്, നേരത്തെ ഉള്ളതിനേക്കാൾ മോശമാവാതെ നേരത്തെ ഉള്ളതിനേക്കാൾ കൂടുതൽ ഖൈറായതിലേക്ക് വഴി നടക്കുകയും പിന്നീട് മരണം വരെ അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥ, അതിനാണ് ഇഹ്തദ എന്ന് പറയുന്നത്. അപ്പോൾ ഈ 4 കാര്യങ്ങൾ ആരിലാണോ ഉള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു ഗഫ്ഫാറാകുന്നു. അവരുടെ എല്ലാ പാപങ്ങളും അത് എത്ര ഗുരുതരമാകട്ടെ, എത്ര തവണ ആവർത്തിച്ചതാകട്ടെ, അല്ലാഹു പുറത്തു കൊടുക്കുമെന്നാണ് ഈ പറയുന്നത്. ഒരിക്കൽ കൂടി ആയത്ത് ശ്രദ്ധിച്ചു നോക്കൂ. വഇന്നീ ലഗഫാറുൽ ലിമൻ താബ വആമന വഅമില സ്വാലിഹൻ സുമ്മ ഇഹ്തദ, നിശ്ചയമായും ഞാൻ എല്ലാ പാപങ്ങളും, ഗുരുതരമായ പാപങ്ങളും പുറത്തു കൊടുക്കുന്നവനാകുന്നു. പക്ഷേ തൗബ ചെയ്യുകയും വിശ്വാസം ശരിപ്പെടുത്തുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും പിന്നീട് മരണം വരെ അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്ന ആളുകൾക്ക്. അപ്പോൾ സഹോദരങ്ങളെ, ഈ 4 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ നിശ്ചയമായും നമ്മുടെ പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരുന്നതാണ്. തൗബ എന്ന് പറയുന്നത് നിസ്സാരമായൊരു വിഷയമല്ല. അങ്ങേയറ്റത്തെ ആത്മാർത്ഥതയും സത്യസന്ധതയും ഇഖ്ലാസും അതിലുണ്ടാവുകയും അല്ലാഹു പറഞ്ഞ നിബന്ധനകൾ പാലിക്കുകയും ചെയ്തെങ്കിൽ മാത്രമേ നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടുകയുള്ളൂ എന്ന് നമ്മൾ തിരിച്ചറിയുക.